ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ എന്തോ മടിയാണിപ്പോൾ. അപ്പോൾ ഇന്നലെ ഞാൻ അപ്പുക്കുട്ടനെ ഉറക്കാൻ വേണ്ടി കിടന്നതാണ്. അവസാനം അവനെ ഉറക്കി ഉറക്കി കഥ പറഞ്ഞിട്ട് ഞാനും അവിടെ തന്നെ അങ്ങ് കിടന്നുറങ്ങി കേട്ടോ. അപ്പുക്കുട്ടൻ അടുത്ത് തന്നെ എക്സാമും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അവനെ വന്ന് ചേച്ചി പഠിക്കാൻ വേണ്ടി അങ്ങ് വിളിച്ചുകൊണ്ട് പോകും ഇത്തിരി കഴിയുമ്പോൾ. അപ്പം ഞാനാണെങ്കിൽ ഇതാ എഴുന്നേറ്റിട്ട് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടേ. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുടി കെയർ ചെയ്യുന്നു, എണ്ണ ചെയ്യുന്നു, എന്നിട്ടും നമ്മുടെ മുടി കൊഴിയുന്നു എന്നാട്ടോ എല്ലാവർക്കും പരാതി. അതായത് ഈ ഭിക്ഷാടനത്തിനൊക്കെ ഇരിക്കുന്നവരില്ലേ, അവരുടെയൊക്കെ മുടി കണ്ടിട്ടില്ലേ ഇങ്ങനെ ചുക്കുടു ചുക്കുടൂന്നും പറഞ്ഞല്ലേ വളർന്ന് പൊളിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ വലിയ കെയറൊന്നും കൊടുക്കാതിരുന്നാൽ മുടി വളരുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനിപ്പോൾ രാത്രി കെട്ടിയൊന്നും വെക്കാറില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടന്നുറങ്ങും, എഴുന്നേക്കും. എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ കേട്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയൂല. അങ്ങനെ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കൈയോടെ അങ്ങ് പല്ല് തേച്ച് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അടുക്കളയിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഏട്ടൻ്റെ മുറിയിൽ ഏട്ടനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ ബെഡൂടെ അങ്ങ് വിരിച്ചിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏട്ടൻ ഇന്നലെ ആണെങ്കിൽ പുതപ്പൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് നനയ്ക്കാനുള്ളതാട്ടോ, അത് ഞാനങ്ങ് എടുത്ത് പുറത്ത് നനയ്ക്കാൻ വേണ്ടി ഇട്ടു. അപ്പം ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയൊന്ന് റെനോവേറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളിവിടെ വന്നന്ന് തൊട്ട് നമുക്കൊന്ന് ഇച്ചിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൂട്ടിയിട്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ പ്ലാൻ ചെയ്ത് അവസാനം പ്ലാനിങ് ചെയ്യേണ്ട അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെതലിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. കതക് തുറന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇവളുണ്ടല്ലോ തടവാനായിട്ട് വന്നിട്ട് അവൾ തന്നെ ഇങ്ങനെ അങ്ങ് മറിഞ്ഞു വീഴും കേട്ടോ. അത് കാണുമ്പോൾ എനിക്കങ്ങ് പേടിയാണ്. വയറ്റിൽ വാവയുണ്ടല്ലോ, എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഇവളെ ഞാൻ തൊടുമ്പോഴേ പപ്പിക്കുട്ടൻ ഇപ്പോൾ ഭയങ്കര അസൂയ കേട്ടോ. അവൻ അവിടെ കിടന്നങ്ങ് വിളിക്കും നമ്മളെ, വന്ന് എന്നെ തുറന്ന് വിടാന്നുള്ള രീതിയിൽ. പിന്നെ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ അടിയൊന്നും ഇല്ല കേട്ടോ. കൂടുതലായിട്ടും അവൾ അവിടെ ഇരിക്കുന്ന കണ്ടാലും പപ്പി അടുത്തോട്ടൊന്നും പോകത്തില്ല. പപ്പി എൻ്റെ കൂടെ നിന്ന് കളിക്കുകയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. കണ്ട് പരിചയമായെന്ന് തോന്നുന്നു. അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ആദ്യം നമ്മുടെ പപ്പിക്കുട്ടിയുടെ കൂടെ അങ്ങ് കഴുകുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവളെ പണ്ടിങ്ങനെ തുറന്നിട്ടിട്ടായിരുന്നു വൃത്തിയാക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇവളിപ്പോൾ ദേഹത്തൊക്കെ ചാടി കയറി നമ്മളെ അങ്ങ് അയ്യോ നഖം വെട്ടാത്തതുകൊണ്ട് തന്നെ ഇനി അവളെ നഖം വെട്ടാനൊക്കെ കൊണ്ടുപോകണം. നമ്മൾ ഇങ്ങനെ മുറിയും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ കൂട് തുറക്കാതെ ഇങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണ്. എന്നിട്ടാട്ടോ ആഹാരവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഉണ്ടല്ലോ, കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം തട്ടിമറിച്ച് കളയുക, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് കടിക്കുക, ഇതൊക്കെയാണ് മെയിൻ വിനോദമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 3 മാസം ആയിട്ട് നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുക്കളയിലേക്കുള്ള ജനലാട്ടോ. ഒരെണ്ണം എന്താ 2 പാളിയുടെയും പിന്നെ 3 പാളിയുടെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളത് കേട്ടോ. ഞാൻ വന്നിട്ട് അത് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ അകത്തെ കമ്പി ഇങ്ങനെ സ്ക്വയർ പോലെ അങ്ങനെയാട്ടോ വന്നേക്കുന്നത്. റൗണ്ട് ആയിരുന്നു എന്ന് തോന്നുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയായാലും നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നേരെ അകത്ത് കയറി. അപ്പം നമുക്ക് അവക്കുള്ള ആഹാരം കൊടുക്കാം കേട്ടോ. ഞാൻ കൂട് തുറക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ പോലല്ല, എടുത്തിങ്ങ് ചാടിക്കഴിഞ്ഞാൽ പിന്നെ പാടാ. അതുകൊണ്ട് ഞാൻ കൂട് തുറക്കാത്തത്. ഇനിയിപ്പോൾ തീറ്റ കൊടുക്കാൻ നേരത്ത് കണ്ടോണോ ഇനി മേള. ഇറങ്ങരുത് മാറ. ഇതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ, ഇറങ്ങാൻ നിൽക്കും. ഇനി ക്ഷമയില്ല ഇന്നെനിക്ക് ക്ഷമയില്ല. അങ്ങനെ അവൾക്കുള്ള ആഹാരവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ഏട്ടനുള്ളതും കൊടുത്തു കേട്ടോ. നമ്മൾ ചിക്കൻ കറിയും പുട്ടുമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആകുമ്പോൾ ഉച്ചയ്ക്കത്തേക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ അടുക്കള ഒതുക്കുകയാണ്. എന്നോട് നേരത്തെ ഒതുക്കണമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. എൻ്റെ പൊന്നെ ഒതുക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്തോരം പാടാണെന്ന്. ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കുന്നവർ വീട് ഷിഫ്റ്റ് ആകുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ദൈവം ഇത് എന്തോരം ബുദ്ധിമുട്ടെന്ന കാര്യമാണെന്ന്. അങ്ങനെ കുപ്പി തൊട്ട് കർപ്പൂരം വരെ മുകളിലിരുന്നതെല്ലാം ഞാൻ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കിളി പറന്നിട്ടുണ്ടായിരുന്നേ. കാലൊക്കെ വേദനിച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സീച്ചേട്ടന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സീച്ചേട്ടന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഗേറ്റൊക്കെ അങ്ങ് കയ്യോടെ പൂട്ടി അടച്ചങ്ങിട്ടു. ശരിക്കും ഞാൻ കുഴഞ്ഞു കേട്ടോ. കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേന് ഇതെല്ലാം കൂടെ മാറ്റുമ്പോഴത്തേന് ഞാനൊരു പരുവാവും. ഇന്ന് സീച്ചേട്ടൻ ഇറങ്ങി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. ഇനിയും പണി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും. അതുകൊണ്ട് വയറെല്ലാം ഫുള്ളാക്കിയിട്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു.
എനിക്കുണ്ടല്ലോ ഈ വൃത്തിയാക്കി തുടങ്ങുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഞാൻ തുമ്മാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ പതുക്കെ തലവേദന, കണ്ണ് ഇങ്ങനെ അസ്വസ്ഥരാവുക, കണ്ണ് ചൊറിയുക, ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ദാണ്ട ചിക്കൻ കറിയും പുട്ടും കൂടെ കൂട്ടി ഞാൻ കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി അപ്പുക്കുട്ടനുണ്ടെങ്കിൽ അപ്പുക്കുട്ടന് പിന്നെ അത് മതി. അതുകൊണ്ടാണ് ഈ മെയിനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി വയ്ക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചതിൻ്റെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങ് കഴുകി കയ്യോടെ മാറ്റിയിട്ട് ഈ പാത്രങ്ങളും സംഭവങ്ങളും മിക്സിയും എല്ലാം എടുത്ത് നമുക്ക് അപ്പുറത്തും മുകളിലുമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കഴുകി വെച്ച പാത്രങ്ങളിൽ ആദ്യം പൊട്ടുന്ന പാത്രം എല്ലാം അങ്ങ് കയ്യോടെ കൊണ്ടുവയ്ക്കാം. കാരണം ഞാൻ ഈ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഒരു ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈ നിറയാതെ അങ്ങ് വഴുകി വീഴുമായിരുന്നു. അതുകൊണ്ട് പൊട്ടുന്ന പാത്രമെല്ലാം ആദ്യം കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റും പൊട്ടുന്ന പാത്രങ്ങളും ബൗളും ഒക്കെ ആട്ടോ കൊണ്ടുവച്ചത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കൊണ്ടും വച്ചെങ്കിലും എൻ്റെ ആ ഒരു സ്ഥലം മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മാത്രം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം ഈ കുഞ്ഞൻ അടുക്കള എങ്ങനെ ഇരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതാ ഇനിയിപ്പോൾ നമ്മുടെ പ്യൂരിഫയറും ഗ്യാസ് സ്റ്റവും കാര്യങ്ങളും ഫ്രിഡ്ജും ഒക്കെയാണ് മാറ്റാനുള്ളത്. അതെന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂടുന്നതല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിട്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്കിവിടെ അടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുപ്പ് കത്തിക്കാൻ ഒക്കില്ല കേട്ടോ. ഈ പറയുന്ന പോലെ വർക്ക് ഏരിയ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ പുക പിടിച്ചൊരു കുളമാവും. അപ്പോൾ അതിൻ്റെ മുകളിലായിരുന്നു ഞാൻ പാത്രം കഴുകി വെക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിലുള്ള സംഭവങ്ങൾ മൊത്തവും അവരും കൂടെ വന്നിട്ടേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം എടുത്ത് അടുക്കി എടുത്ത് മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. സോക്സ് ഇടുന്നു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേന് ചേച്ചി അപ്പുക്കുട്ടനെ ട്യൂഷന് വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അവൻ ട്യൂഷനാണ് പോകുന്നതെങ്കിലും കാണുന്നവർക്ക് അവൻ കളിക്കാൻ പോവാണെന്ന് തോന്നും കേട്ടോ. സോക്സും കാര്യങ്ങളും എല്ലാം ഇട്ട് ഭയങ്കര ആർഭാടത്തോടെയാണ് ട്യൂഷന് പോകുന്നത്. കുളിക്കാന്നും പറഞ്ഞ് കയറി. ഞാൻ ചെന്ന് നോക്കിയപ്പോ അരയ്ക്ക് താപ്പോട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നു. നല്ല അടവ് പിടിച്ച ഞാൻ തലവഴി വെള്ളം ഒഴിച്ചു. കള്ളക്കുളി ഇങ്ങോട്ട് വാ. ഇവിടെ കണ്ടോടെ അവൻ ചെയ്യുന്ന പണികള്. എനിക്ക് ചെരുപ്പിടുക. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവരിങ്ങനെ കട്ട് ചെയ്യാത്ത സമയത്താട്ടോ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉത്സവത്തിനുള്ള സംഭവങ്ങൾ ദാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാം കൂടെ. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് ദാണ്ട ഇത്രയായിട്ടുണ്ടായിരുന്നു പണി. ഇനി ബാക്കി ഞാൻ അപ്പോൾ പിന്നെ അണിയിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ, സീ യു.